ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ നടപടികൾ ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയും ബാലമുരുകനും SITക്ക് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. 10:15 കൂടിയാണ് ഇരുവരും ഹാജരായത്. ബാലമുരുകനും ഡി മണിയും ഇഞ്ചിക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇരുവരിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇനി അന്വേഷണ സംഘത്തിന് ലഭ്യമാക്കേണ്ടത്. ദിണ്ടിഗൽ എത്തിയ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സമൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് 30-ാം തീയതി ഹാജരാകണമെന്നുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡി മണിയും ഒപ്പം തന്നെ ബാലമുരുകനും ഹാജരായിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. അഭ്യൂഹങ്ങൾക്കൊക്കെ ഒടുവിൽ ഇരുവരും ഇപ്പോൾ ഹാജരായിരിക്കുകയാണ്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, നടപടിക്രമങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടത് പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഇവർക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തന്നെ ഒരു ബന്ധമുണ്ടോ എന്ന തരത്തിലേക്കുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ അത് ഇനിയും അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം? പൂജ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ആകാംക്ഷ നിർഭരമായ മണിക്കൂറുകളിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോവുക. കാരണം ഇപ്പോൾ ഈഞ്ചക്കൽ SIT ഓഫീസിൽ നടക്കുന്ന ചോദ്യം ചെയ്യൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാണ്. SITയുടെ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ SIT ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വിദേശ വ്യവസായിയും പ്രധാനപ്പെട്ട ഒരു വിവരം അന്വേഷണ സംഘത്തിന് കൈമാറുന്നത്. ആ വിവരം കേന്ദ്രീകരിച്ച അന്വേഷണമാണ് ഡിണ്ടിഗലിലെത്തുകയും അവിടെ മണി എന്ന് പറയുന്ന ആളെ കണ്ടെത്തുകയും ചെയ്തത്. അപ്പോൾ രമേശ് ചെന്നിത്തലയും സുഹൃത്തായ വിദേശ വ്യവസായിയും നൽകിയിരുന്ന വിവരം എന്ന് പറയുന്നത് ഡി മണി എന്ന ദാവൂദ് മണിക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. ആ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായിട്ടുള്ള പ്രതികളുമായി ഡി മണിക്ക് ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഡി മണിയാണ് ഈ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഡിണ്ടിഗലിലെ മണി എന്ന് സ്ഥിരീകരിക്കാനാണ് SIT ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ SIT ഓഫീസിൽ നടക്കുന്നത്. അങ്ങനെയാണ്. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറെ ആൾക്കാർ കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ പല പേരുകൾ നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡി മണി, ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ, അങ്ങനെ കുറെ പേരുകൾ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ അന്വേഷണ സംഘം അവരുടെ അന്വേഷണം ദിണ്ടിഗലിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അവിടെ എത്തി ഈ മണിയെ കാണുന്നു, കാര്യങ്ങൾ ചോദിച്ചറിയുന്നു, ചോദ്യം ചെയ്യുന്നു, സമൻസ് നൽകുന്നു. 30-ാം തീയതി തിരുവനന്തപുരത്ത് ഹാജരാകണം എന്ന് അറിയിക്കുന്നു. അതിനുശേഷം ദിണ്ടിഗലിൽ വെച്ച് തന്നെ മാതൃഭൂമി ന്യൂസ് സംഘം ഉൾപ്പെടെ ഈ മണിയുമായിട്ട് സംസാരിച്ചതാണ്. ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന മണിയെ ഉൾപ്പെടെ കണ്ടതാണ്. താൻ ഡി മണിയല്ല, MS മണിയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. തനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന ഒരാളായിരുന്നു. അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തേക്ക് എത്തും, സമൻസ് നൽകിയിട്ടുണ്ട്, ഹാജരാകും എന്ന് പറയുന്നുണ്ടായിരുന്നു. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട നിമിഷമായി തന്നെ മുന്നിലേക്ക് പോവുകയാണ്. ഇതുവരെ കേട്ടത് വെച്ചുള്ള കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കണം എന്നുള്ള വലിയ വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. അനന്തൻ തുടരുന്നുണ്ട്. അനന്തൻ, ഇപ്പോൾ ഇതെല്ലാം സ്ഥിരീകരിക്കുക, അതിന് വേണ്ടുന്ന തെളിവുകളെല്ലാം തന്നെ ലഭിക്കുക എന്നതാണ് SITയെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത്. ഒന്ന്, ഈ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തുള്ളവർ, അത് കഴിഞ്ഞ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ്. തെളിവുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അന്വേഷണ സംഘം ശരിക്കും അവിടെ സ്റ്റക്കാണ്. ബാക്കിയുള്ളതെല്ലാം ഇവരുടെ കയ്യിൽ പല മൊഴികളായിട്ടും ബാക്കി അഭ്യൂഹങ്ങളും ഒക്കെയാണ്. അതെല്ലാം സ്ഥിരീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഇനി മുന്നിലേക്ക് നീക്കുപോക്കും ഉണ്ടാവൂ, അല്ലേ? തീർച്ചയായിട്ടും പൂജ, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. സ്വർണ്ണക്കൊള്ളയ്ക്ക് ആരാണ് കൂട്ടുനിന്നത് ശബരിമലയിൽ എന്നുള്ള കാര്യവും തിരിച്ചറിഞ്ഞതാണ്. ആ ശബരിമല സ്വർണ്ണ എടുത്തുകൊണ്ട് പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഒത്താശ ചെയ്തത് ദേവസ്വം ബോർഡും അവിടുത്തെ ഉദ്യോഗസ്ഥരുമാണ്. അവരെല്ലാം പ്രതിപട്ടികയിൽ വരികയും അവരെല്ലാം അറസ്റ്റിലാവുകയും അവരിൽ 2-3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും അഴിക്കുള്ളിലാവുകയും ചെയ്തു. ഇനി അറിയാനുള്ളത് ഇവരെടുത്തുകൊണ്ട് പോയ സ്വർണ്ണപ്പാളികൾ, അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ആ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ ഡി മണി കടന്നു വരുന്നത്. അപ്പോൾ ഡി മണിക്ക് അറിയാം ഇതെങ്ങോട്ടാണ് പോയത് എന്നുള്ള വിവരമാണ് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വ്യവസായിയും നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഡി മണി ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടേണ്ടത്. ഡിണ്ടിഗലിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന MS മണി എന്ന സുബ്രഹ്മണിയാണോ ഇവർ നൽകിയ വിവരമനുസരിച്ചുള്ള ഡി മണി? അങ്ങനെ ആണ് എന്ന് സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഉറപ്പായും ഈ മനുഷ്യൻ്റെ അറസ്റ്റ് ഇന്നുണ്ടാകും. അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോയാൽ അതിഭീകരമായ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അതിശയം തോന്നുന്ന ഒരു കഥയാകും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരിക എന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ കോടതി പറഞ്ഞതാണ്, സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിൻ്റെ ശൈലിയുണ്ടോ ഈ കൊള്ളയ്ക്ക് എന്നുള്ളത് കോടതി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെയുള്ള ഒരു കള്ളക്കടത്തിലേക്കൊക്കെയാണോ
ഇതിൻ്റെ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന മണിക്കൂറുകളിൽ എന്നുള്ളതാണ് ഇതിനകത്തെ ആകാംക്ഷ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ടുള്ളവർക്കും എല്ലാം ഈ ഡി മണി ഉൾപ്പെടെയുള്ളവരെ അറിയാം. അങ്ങനെയുള്ള കാര്യത്തിലേക്ക് നീങ്ങുമല്ലേ? തീർച്ചയായിട്ടും. കാരണം അങ്ങനെ വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, അതുപോലെ തന്നെ ഈ റൊദ്ദാം ജ്വല്ലറിയുടെ ഉടമ ഗോവർദ്ധൻ, ഇവർക്കൊക്കെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും. ഇതുവരെ അവരൊന്നും വെളിപ്പെടുത്തില്ല. വളരെ നമുക്ക് അന്വേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വളരെ സമർത്ഥമായി ഇത് ഒരു പോയിന്റിൽ വെച്ച് അവസാനിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് ഇപ്പോൾ അറസ്റ്റായിട്ടുള്ള പ്രതികളുടെ നീക്കം, അതിൻ്റെ രീതി. കാരണം ഈ നമുക്കറിയാം 2019 നടന്ന സംഭവമാണ്. അതിനുശേഷം 2025 ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നൊന്നായി ഇതൾ വിടർന്ന് വരുന്നത് നമുക്ക് വ്യക്തമാണല്ലോ ഇതിനകത്തെ ഓരോ ഘട്ടങ്ങളും. കാരണം വളരെ ഒരു എന്താ പറയുക, മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ആദ്യം കണ്ടത്. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇതൊരു വലിയ മഞ്ഞുമലയാണെന്നുള്ളത്. അപ്പോൾ ഘട്ടം ഘട്ടമായി കടന്നു വരുമ്പോഴേക്കും പുറത്തുണ്ടായിരുന്ന പ്രതികൾക്കൊക്കെ ഇതൊരു പക്ഷേ കാര്യമായ അന്വേഷണത്തിലേക്കൊക്കെ പോയാൽ, പിടിക്കപ്പെടുന്ന ഘട്ടം വന്നാൽ എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാനുള്ള കൃത്യമായ അവസരം അവർക്ക് ലഭിച്ചു. തെളിവുകൾ നശിപ്പിക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചു. ആദ്യം ദേവസ്വം വിജിലൻസ് ആണ് അന്വേഷിച്ചത്. അവരുടെ വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണം കഴിഞ്ഞപ്പോഴാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് ഇത് ബൃഹത്തായ ഒരു കൊള്ളയാണ് എന്ന് മനസ്സിലാകുന്നത്. ആ ഘട്ടത്തിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് കോടതി തന്നെ ഒരു അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കോടതി തന്നെ അന്വേഷിക്കുന്ന ഒരു കേസായി മാറുകയായിരുന്നു. ആ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് കോടതി പറയുന്നത് ഇത് ചില്ലറ കളിയൊന്നുമല്ല, സുഭാഷ് കപൂറിനെ പോലെ അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത കോടികളുടെ കള്ളക്കടത്ത് ബിസിനസ് ചെയ്യുന്നതിന് സമാനമായ രീതിയിലുള്ളവരുടെ പങ്കാളിത്തം ഇതിനകത്തുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിൻ്റെ പുറത്താണ് അടുത്ത ഘട്ട അന്വേഷണം മുന്നോട്ട് പോയത്. പക്ഷേ ആ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ കണ്ടത് ഗോവർദ്ധൻ എന്ന് പറയുന്ന ബെല്ലാരിയിലെ റൊദ്ദാം ജ്വല്ലറി ഉടമ പൊടുന്നനെ അന്വേഷണ സംഘത്തോട് പറയുകയാണ് ഇത് ഉരുക്കി സ്വർണം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുതരാമെന്ന് പറയുന്നു. അങ്ങനെ ബെല്ലാരിയിലേക്ക് അന്വേഷണ സംഘം പോയി അവിടെ നിന്ന് 470 ഗ്രാം സ്വർണം എടുത്തുകൊണ്ട് വരുന്നു. പക്ഷേ അന്വേഷണ സംഘം ആ സ്വർണം ഇത് യഥാർത്ഥ സ്വർണ്ണമാണെന്ന് വിശ്വസിച്ചിട്ടില്ല. കാരണം അത് ഒരു കള്ളക്കളിയാണ് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ട് അന്വേഷണത്തിൽ ഒരു കാര്യം SIT ഉറപ്പിച്ചു, ഇവർ ഈ കടത്തിക്കൊണ്ടുപോയ സ്വർണം അത് കോടികൾക്ക് മറിച്ചു വിറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത് ആർക്ക് വിറ്റു എന്നുള്ളതായിരുന്നു SITക്ക് കണ്ടെത്തേണ്ടിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടന്ന് പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വ്യവസായിയും ഒരു പുതിയ വിവരവുമായി വരുന്നത്. അതിൽ ഈ ഡി മണി എന്ന് പറയുന്ന ദാവൂദ് മണി എന്ന് പറയുന്ന ഒരു വിഗ്രഹ കള്ളക്കടത്തുകാരന് ഇതിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് അവർ നൽകിയ വിവരം. അതിനൊരു നമ്പറും കൊടുത്തു. ആ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം ചെന്നെത്തിയത് ഡിണ്ടിഗലിലാണ്. ഡിണ്ടിഗലിലെ ഈ നമ്പർ ഉപയോഗിക്കുന്ന ഫോണുമായി ഒരാളെ കണ്ടെത്തി. അയാളുടെ പേര് പക്ഷേ MS മണി എന്നാണ്. ആ MS മണിയാണ് ഡി മണി എന്ന് വിവരം നൽകിയ വ്യവസായി സ്ഥിരീകരിച്ചു. പക്ഷേ തെളിവ് വേണം. ആ തെളിവ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ MS മണിയെ വ്യവസായി കൊടുത്ത ആ നമ്പർ ഉപയോഗിക്കുന്നത് ഈ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ മണി തന്നെയാണ് എന്ന അന്വേഷണ സംഘത്തിന് ഉറപ്പുള്ള കാര്യമല്ലേ അനന്തൻ? തീർച്ചയായിട്ടും ആ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഈ ബാലമുരുകനിലേക്കും. ബാലമുരുകൻ്റെ അഡ്രസ്സിലാണ് ആ നമ്പർ ഉണ്ടായിരുന്നത്. ബാലമുരുകൻ്റെ കണ്ടെത്തി അയാളുടെ വീട്ടിൽ, അയാളുടെ തയ്യൽക്കടയിൽ റെയ്ഡ് നടത്തി കഴിഞ്ഞിട്ട് ശേഷമാണ് ഡി മണി എന്ന് പറയുന്ന അയാളുടെ സുഹൃത്തിലേക്ക്, ഈ MS മണി എന്ന് പറയുന്ന സുഹൃത്തിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് മണി പറയുന്നുണ്ട്, നമ്മൾ മാതൃഭൂമി ന്യൂസ് അയാളുടെ പ്രതികരണം തേടിയപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ നമ്പർ തന്നെയാണ് അവർ അന്വേഷിച്ച് വന്നത്. എൻ്റെ നമ്പർ എന്ന് പറയുന്നത് ബാലമുരുകൻ എൻ്റെ സുഹൃത്തിൻ്റെ പേരിലുള്ള നമ്പറാണ്. ആ നമ്പർ മറ്റാരെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. എനിക്ക് ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് യാതൊരു പങ്കുമില്ല, അതിനകത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊന്നും എനിക്കറിയില്ല എന്നുള്ളതാണ്. പക്ഷേ അയാളുടെ ബിസിനസ് ഇടപാടുകളിൽ ചില സംശയങ്ങൾ SITക്ക് അന്നേ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ അന്വേഷിച്ചപ്പോഴും ഈ ഡിണ്ടിഗലിൽ അവിടുത്തെ മാധ്യമപ്രവർത്തകരുമൊക്കെ ഇയാളെ വളരെ കവർ ചെയ്യുന്ന, ഇയാളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത്. അന്നേരം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇയാളൊരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. ഇയാൾക്ക് അവിടെ റിപ്പോർട്ടേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. അവിടുത്തെ പല മാധ്യമങ്ങളിലെ റിപ്പോർട്ടർമാരെല്ലാം അയാളുടെ സംഘടനയിലെ അംഗങ്ങളാണ്, അയാളുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഇയാൾക്ക് പല ബിസിനസ്സും മാധ്യമപ്രവർത്തനമൊക്കെ ഉണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തനം ആ ബിസിനസ്സുകൾക്കുള്ള ഒരു സുരക്ഷാ മതിലാണ് എന്നാണ് അനുമാനിക്കേണ്ടത്. അപ്പോൾ ചില സംശയങ്ങൾ അയാളെ കേന്ദ്രീകരിച്ചുണ്ട്. പക്ഷേ സ്വർണ്ണക്കൊള്ളയുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്ന ഒരു എവിഡൻസും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ഈ ദിവസങ്ങളിൽ SIT വെറുതെ ഇരുന്നിട്ടുണ്ടാകില്ല. ഇയാളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എടുത്തിട്ടുണ്ടാകും. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. അന്ന് ഡയറക്റ്റായിട്ട് എന്തെങ്കിലും കണക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ തെളിവ് കിട്ടാത്തത് കൊണ്ടാണ് കൂടുതൽ വിശദാംശങ്ങൾ തേടിയ ശേഷം ഒരാഴ്ച കഴിഞ്ഞ് വരാനുള്ള നിർദ്ദേശം നൽകിയത്. ശരി, ഡി മണിയും ബാലമുരുകനും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SITക്ക് മുന്നിൽ ഹാജരായിരിക്കുകയാണ്.